ഇന്ന് നല്ല വെയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. മഴക്കോളൊന്നും കാണുന്നില്ല, എന്നൊരു തോർച്ചയുണ്ടെന്ന് തോന്നുന്നു. ഇത്തിരി സിന്ദൂരമൊക്കെ ചുണ്ടത്ത് തേച്ചിട്ടുണ്ട്. ഒരു ക്യാമറയുടെ മുന്നിലൊക്കെ നിൽക്കുമ്പോൾ ഇച്ചിരി വൃത്തിക്കും മെനയ്ക്കുമൊക്കെ നിൽക്കണ്ടേ. ഉടുപ്പൊന്നും മാറാൻ വയ്യ, അതൊക്കെ മടിയാ. ലിപ്സ്റ്റിക്ക് തേച്ചാൽ ക്യാൻസർ വരും, അതുകൊണ്ട് ലിപ്സ്റ്റിക്ക് ഇടുന്നില്ല. ഇതുങ്ങൾ ഓടുന്നത് എന്തിനാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എൻ്റെ ആക്ഷൻസ് കണ്ടിട്ടാണ്. രാവിലെ പൂമുഖവാതിക്കൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടൊന്ന് റിലാക്സ് ആയിട്ട് അടുക്കളപ്പാന്ന് വിചാരിച്ച് ബീഫ് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചീനി നേരത്തെ അങ്ങ് വേവിച്ച് വെച്ചു. ഇനി ഉള്ളി പൊളിക്കണം, പിന്നെ ബീഫിനുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വെക്കണം. പിന്നെ ഞാൻ തേങ്ങാക്കൊത്തൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് കഴുകാൻ പോയിട്ട് വരുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. ഞാനിങ്ങനെ കേട്ടോ, മീൻകറി വെക്കാൻ പോയാലും എന്തുവാണെങ്കിൽ പോലും മസാലകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടേ പോകത്തുള്ളൂ. അതിപ്പോൾ മീൻകറിക്കാണെങ്കിൽ പോലും ഞാൻ മസാലകളൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്യാൻ പോകാറ്. അതാകുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് വൃത്തിയാക്കി എടുക്കുകയും ചെയ്യാം, സമാധാനമായിട്ട് വന്ന് കറി വെക്കുകയും ചെയ്യാം. ഇനി എനിക്ക് ഉള്ളി അരിഞ്ഞെടുത്താൽ മാത്രം മതി. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ചെയ്യാൻ നടന്നു കഴിഞ്ഞാൽ അതൊന്നും കൃത്യമായിട്ടൊന്നും പൂർത്തിയാവത്തുമില്ല. അവിടെ ഇവിടെ വലിച്ചു വാരിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. നല്ല കണ്ണ് നീറുന്നുണ്ട്. പണ്ടുള്ളവരൊക്കെ നമ്മുടെ പിച്ചാത്തിയുടെ തുമ്പത്ത് ഒരു ഉള്ളി കുത്തി വെച്ച് കഴിയുമ്പോൾ കണ്ണ് നീറത്തില്ലെന്നൊക്കെ പറയും. ചുമ്മാതാ, ഞാനതൊക്കെ ട്രൈ ചെയ്തിട്ടൊക്കെ എൻ്റെ കണ്ണ് നീറുന്നുണ്ടായിരുന്നു. പിന്നെ ഉള്ളിക്ക് എന്നോട് എന്തെങ്കിലും വൈരാഗ്യവും ദേഷ്യവും വല്ലതും ഉണ്ടോ എന്ന് അറിയത്തില്ല. എനിക്ക് തന്നെ ചിരിയാവുന്നു ക്യാമറയിൽ നോക്കിയിട്ട്. അങ്ങനെ ഉള്ളി അരിയലും കഴിഞ്ഞു. ഇത് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കുറച്ച് വെള്ളം അങ്ങ് തിളപ്പിക്കും കുടിക്കാനായിട്ട്. നമ്മൾ കിണറ്റിലെ പച്ചവെള്ളം ഇപ്പോൾ കുടിക്കത്തില്ല. നേരത്തെ വെള്ളം പച്ചവെള്ളമായിരുന്നു കുടിക്കുന്നത്, ഇനിയിപ്പോൾ ചൂടുവെള്ളമേ കുടിക്കൂ. അപ്പോൾ ആ അടുപ്പിൽ തന്നെ ബീഫ് വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഗ്യാസിൽ വെക്കാൻ മടിയൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, പിന്നെ എനിക്ക് അടുപ്പിൽ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അടുപ്പിൽ പാചകം ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അടുപ്പിൽ വെക്കുന്നത്. അല്ലെങ്കിൽ ഈ ബീഫൊക്കെ അടുപ്പത്ത് കിടന്ന് വേവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറേ സമയം വേണമല്ലോ വേവാൻ. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച് മയക്കിയെടുത്ത ഒരു ചട്ടിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കാം. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വെക്കുന്ന അതേ രീതിയിലാണ് ഞാൻ ഇന്ന് ബീഫ് കറി വെക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് വെക്കുന്നത്. തേങ്ങാക്കൊത്തൊക്കെ മൂപ്പിച്ചിട്ട് കോരി എടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ ഉള്ളിയൊക്കെ അങ്ങ് വഴറ്റുക. ഉള്ളിയൊക്കെ വഴണ്ട് വരുമ്പോഴത്തേക്ക് കുക്കറിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കൂടെ ചതച്ച് വെച്ചതിൻ്റെ പകുതി എടുത്ത് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ അതൊക്കെ ഒന്ന് ഇളക്കി, വെള്ളമൊന്നും ഒഴിക്കേണ്ട, ബീഫിനകത്ത് വെള്ളം ഇറങ്ങിക്കോളും. പിന്നെ അത് അടുപ്പിൽ വെച്ചിട്ട് അത്രയും ബീഫ് വേണ്ടായിരുന്നു, പകുതി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കൂടെ ചെന്ന് ഉള്ളി ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ആണ് ശരിയായ പരിപാടി. മല്ലിമുളകും കൂടെ നമ്മൾ വറുത്തെടുക്കുക. മല്ലിപ്പൊടിയും മുളക് പൊടിയും അമ്മമാരൊക്കെ പണ്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു. മുളകും മല്ലിയൊക്കെ വറുത്തിട്ട് അരച്ചതിൽ ചേർക്കും. നമ്മളിപ്പം ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ അതിനകത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ചങ്ങ് ചേർക്കുകയാണ്. അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടത്തില്ല. ഇതിപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മിക്സിയിലൊക്കെ ഇട്ടൊന്ന് അടിച്ച് ചേർക്കുമ്പോഴത്തേക്ക് നല്ല കൊഴുപ്പ് കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിനി അവിടെ ഇരിക്കട്ടെ. ഇനി എനിക്ക് ഇച്ചിരി പണിയുണ്ട്. ഫ്രിഡ്ജിൻ്റെ പുറകിലത്തെ വെള്ളം എടുത്ത് കളയാന്നുള്ളത്. ഈ ട്രേ എടുത്ത് പൊക്കി കളയാൻ പറ്റുന്നതല്ല, അതിന് സ്ക്രൂ ഒക്കെ ഉണ്ട്, ഇച്ചിരി പണിപ്പെടണം. അതുകൊണ്ട് ഇതൊരു എളുപ്പ വഴിയാണ്. ഒരു ട്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ട്യൂബ് വെച്ചിട്ട് നമുക്ക് പുറകിലെ വെള്ളം ഈസി ആയിട്ട് എടുത്ത് കളയാൻ പറ്റും. ഒരു കൊച്ചു പാത്രം നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഓരോ ആഴ്ചയും ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. ഈ ട്യൂബിലെ വെള്ളം ഞാൻ കുടിക്കുവാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. ഇത് ജസ്റ്റ് താഴെ വരെ വരുമ്പോൾ ഞാനങ്ങ് വായെടുക്കും. എന്നിട്ട് അത് ഉപയോഗം കഴിഞ്ഞ് സൂക്ഷിച്ച് കൊണ്ട് കെട്ടി വെക്കും. എന്നിട്ട് കുറച്ച് ഡെറ്റോൾ എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ച് ഈച്ചയൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജിനകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ഈ എടുത്ത വെള്ളത്തിൻ്റെ പാത്രം നല്ല വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകണം. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫൊക്കെ വെന്തു. ബാക്കി വേവ് നമുക്ക് അടുപ്പിലിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. ഉള്ളി നല്ല വഴണ്ട് കിടക്കുന്നു ഉള്ളിക്കകത്തേക്ക് ബീഫ് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് തീ കത്തിച്ച് കൊടുത്തു. ചെറിയ കനലിൽ കിടക്കുമായിരുന്നു. ഇനി ഇതിലെ വെള്ളം നല്ലപോലെ ഒന്ന് പറ്റിച്ചിട്ട് വഴറ്റിയെടുക്കണം. ബാക്കി വന്ന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തായിരുന്നേ. എനിക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്, ഞാൻ ഈ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ഇനിയിപ്പം ഞാൻ തോരൻ വെച്ചാലും മെഴുക്കുവരട്ടി വെച്ചാലും ഏറെ എന്തോ കറി ഇനി ഇതിൻ്റെ മണ്ടയിൽ കൊണ്ട് വെച്ചാലും ഞാൻ അന്നേരം എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് എപ്പോഴും ഇങ്ങനെ കൂട്ടിയിട്ട് ക്ലീൻ ചെയ്യുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മസാല ഒഴിക്കുന്ന ജാറല്ലാതെ വേറൊന്നും എനിക്കിനി കഴുകാനില്ല. എനിക്കിങ്ങനെ നിരത്തിയിട്ടിട്ട് പാചകം ചെയ്യുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. ഇപ്പോൾ നമ്മുടെ മുളകും മല്ലിയൊക്കെ അരച്ച് ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇരിക്കട്ടെ, കുരുമുളകും ഉപ്പുമൊക്കെ ആവശ്യത്തിനോട് ചേർത്തു, പിന്നെ ഉലുവാപ്പൊടിയും ചേർത്തു. ഇനി അടച്ച് വെച്ചിട്ട്
ചെറിയ തീയിലിരുന്ന് വേവട്ടെ. ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് നമ്മുടെ സാധാരണ മസാലയാണ്, പൊടിച്ച മസാലയല്ല. ഇതിനെ അരച്ചെടുക്കുന്നത് ഒരു വലിയ കടമ്പയാണ്. ഇതിനെ അരയ്ക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്നറിയാം. ഞാൻ അങ്ങനെ അരച്ച് ഞാൻ സർവ്വശക്തി എടുത്ത് ഇതിനെ അരച്ചെടുത്തു. എന്തായാലും അരച്ചെടുക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഈ അരച്ച് വെച്ചിരിക്കുന്നത് തേങ്ങാക്കൊത്തൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് കല്ല് കഴുകിയിടാം. കല്ലൊക്കെ കഴുകിയിട്ട് വൃത്തിയായിട്ട് അപ്പോൾ തിളച്ച് ഒന്ന് കുറുകി വന്നപ്പോഴത്തേക്ക് മസാല ഇട്ട് കൊടുത്തു. മസാല ആദ്യമേ ഇടേണ്ട കാര്യമൊന്നുമില്ല, അവസാനമാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ തേങ്ങാക്കൊത്തും ഇട്ട് കൊടുത്തു. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. വാവ്, സൂപ്പർ. ഞാൻ വെച്ചതുകൊണ്ട് പറയുകയല്ല ഗൈസ്, ഇത് സൂപ്പറാണ്. ഞാൻ വെക്കുന്ന ബീഫ് കറിയോ മീൻ കറിയോ ഒക്കെ നിങ്ങളൊന്ന് കഴിച്ചാൽ നിങ്ങൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് എനിക്കൊണ്ട് പറയാൻ പറ്റില്ല ഗൈസ്, അത്രത്തോളം ടേസ്റ്റാണ് ഞാൻ വെച്ചതിന്. ഇവിടെ അവസാനം വരുമ്പോൾ ഒരു കടുതാളിപ്പുണ്ട്. ഞാൻ ഇന്ന് എന്തായാലും കടുവൊന്നും താളിക്കുന്നില്ല. എന്തിനീ എണ്ണയെല്ലാം കൂടെ തിന്നുന്ന, ബീഫിനകത്തെ നെയ്യെല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ഇനി കടുവൊന്നും മറക്കാൻ വയ്യ. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ എനിക്ക് കുളിക്കണം. കുളിച്ചിട്ട് സ്വസ്ഥമായിട്ട് ഡ്രസ്സൊക്കെ കഴുകിയിട്ടിട്ട് വന്ന് നല്ല ഫ്രീ ആയിട്ടിരുന്ന് ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അല്ലാതെ എനിക്ക് ജോലി ചെയ്ത് വിയർത്ത് കുളിച്ചിരുന്നിട്ട് അതൊട്ടാക്കിയിട്ട് അന്നേരം ഇരുന്ന് കഴിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. അപ്പം നമ്മുടെ ബീഫ് കറിയൊക്കെ ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല സെറ്റായി. എൻ്റെ ജോലിയെല്ലാം ഒതുങ്ങി കുറുകി നല്ല ചാറോട് കൂടിയ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അതിലും സെറ്റായിട്ടുണ്ട്. എന്തായാലും നല്ല സൂപ്പറാണ്. അപ്പോൾ ചേട്ടനുള്ള ചോറാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് എൻ്റെ കടമയാണ്. അതങ്ങോട്ട് കൊണ്ട് കൊടുത്ത ശേഷം ഞാൻ ഇനി എടുത്ത് കഴിക്കാൻ പോവുകയാണ്. നല്ല ചൂടോടുള്ള ബീഫ് കറി ഇന്ന് വെച്ചിട്ട് നാളെ എടുത്ത് വരട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ എന്നാ ടേസ്റ്റ്. മസാലയൊക്കെ പിടിച്ച് നല്ല എരിവൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടിരിക്കും. അപ്പോൾ ഞാനിത് വെട്ടി വിഴുങ്ങാൻ പോവാണ്. എനിക്ക് ഇരുന്നുകൊണ്ട് കാണിക്കാൻ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വെട്ടം കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളെ കാണിക്കുന്നത്. അന്യായം അമ്മ, അന്യായം. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഇതാണ് ഞങ്ങളുടെ ഉച്ചയൂണ്. ബൈ.